അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ. അസ്മാഉല്ലാഹിൽ ഹുസ്ന. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്ന അള്ളാഹുവിൻ്റെ വിശിഷ്ട നാമം അൽ മുബീൻ എന്നതാണ്. അൽ മുബീൻ എന്ന വിശേഷണം വ്യക്തമായവൻ എന്നും വ്യക്തമാക്കുന്നവൻ എന്നും അർത്ഥമാക്കുന്നുണ്ട്. അഥവാ അള്ളാഹു യാതൊരുവിധ പങ്കുകാരുമില്ലാത്ത ഏകദൈവമാണ് എന്ന കാര്യം വ്യക്തമായവനാണ്. അതോടൊപ്പം തന്നെ മനുഷ്യർക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി കൊടുക്കാൻ കഴിയുന്നതും അള്ളാഹുവിന് മാത്രമാണ്. മനുഷ്യർക്ക് പല കാര്യങ്ങളും അവ്യക്തമാണ്. അള്ളാഹു വ്യക്തമാക്കി തരാതെ അതിലെ വ്യക്തത എന്താണെന്ന് മനുഷ്യർക്ക് വേർതിരിച്ചറിയാൻ സാധിക്കുകയില്ല. സൂറത്ത് നൂറിന്റെ 25-ാമത്തെ വചനത്തിലെ ഒരിടത്ത് മാത്രമാണ് അള്ളാഹുവിന് അൽ മുബീൻ എന്ന വിശേഷണം വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും. പതിവ്രതകളായ സ്ത്രീകളെ കുറിച്ച് അപവാദം പറയുന്നവരെ സംബന്ധിച്ചാണ് പ്രസ്തുത വചനത്തിന്റെ പ്രതിപാദന വിഷയം. മനുഷ്യർക്കിടയിൽ സംഭവിക്കുന്ന ഇത്തരം ദുരാരോപണ വിഷയങ്ങളിലും മറ്റും മനുഷ്യര് പല വിധത്തിലുള്ള ഊഹാപോഹങ്ങളിൽ അകപ്പെട്ടു പോകും. അത്തരം ഘട്ടത്തിൽ അതിൻ്റെ വ്യക്തത നൽകാൻ കഴിവുള്ളവൻ അള്ളാഹു മാത്രമാണ്. ആ വ്യക്തതയുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും നാളെ പരലോകത്ത് അള്ളാഹു അതിൻ്റെ വിധി തീർപ്പാക്കുന്നതും. അള്ളാഹു പറയുന്നു, യൗമ ഇദിൻ യുവഫീഹിമുല്ലാഹു ദീനഹുമുൽ ഹഖ്. അന്നത്തെ ദിവസം അള്ളാഹു അവർക്ക് അവരുടെ യഥാർത്ഥ പ്രതിഫലം നിറവേറ്റി കൊടുക്കുന്നതാകുന്നു. വയഅലമൂന അന്നല്ലാഹ ഹുവൽ ഹഖുൽ മുബീൻ. അവർക്ക് അറിയാറാവുകയും ചെയ്യും, നിശ്ചയമായും അള്ളാഹു തന്നെയാണ് യഥാർത്ഥത്തിൽ നിലകൊള്ളുന്നവനും സ്പഷ്ടമായുള്ളവനും എന്ന്. ഈ വചനത്തിന്റെ തഫ്സീറിൽ ഇമാം ഇബ്നു ജരീർ റഹിമഹുല്ലാ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: അള്ളാഹു ഭൗതിക ലോകത്ത് കപടവിശ്വാസികൾക്ക് വാഗ്ദാനം ചെയ്ത ശിക്ഷയുടെ യാഥാർത്ഥ്യങ്ങൾ അവർക്ക് വ്യക്തമാക്കുമ്പോൾ അവനാകുന്നു ഹക്കായ അള്ളാഹു എന്ന് അവർ അറിയും. അന്നേരം അള്ളാഹു വാഗ്ദാനം ചെയ്ത ശിക്ഷയിൽ സംശയിച്ചിരുന്ന കപടവിശ്വാസികൾക്ക് സംശയം നീങ്ങിപ്പോകുന്നതാണ്. അപ്പോൾ അൽ മുബീൻ എന്ന വിശേഷണം ഇവിടെ നമുക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെടുകയാണ്. അതോടൊപ്പം നാം അറിയേണ്ടത് ഇതാണ്: അള്ളാഹുവാണ് അവൻ്റെ ദാസന്മാർക്ക് സന്മാർഗവും സന്മാർഗ വഴികളും വ്യക്തമാക്കി തന്നവൻ. അവൻ തന്നെയാണ് ദുർമാർഗ വഴികളും ഏതെന്ന് വ്യക്തമാക്കി പഠിപ്പിച്ചു തന്നവൻ. തൗഹീദാണ് ഏറ്റവും വലിയ പുണ്യമെന്നും ഷിർക്കാണ് ഏറ്റവും വലിയ പാപമെന്നും വ്യക്തമാക്കി തന്നവനും അള്ളാഹുവാണ്. അവന് മാത്രമേ ഇതെല്ലാം മനുഷ്യർക്ക് വ്യക്തമാക്കി കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതേപോലെ മനുഷ്യരാശിക്ക് കാര്യങ്ങൾ വ്യക്തമാക്കി പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പ്രവാചകന്മാരെ നിയോഗിച്ചതും വിശുദ്ധ ഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചതും അള്ളാഹുവാണ്. ഹാദാ ബയാനുൽ ലിന്നാസി വഹുദൻ വമൗഇദത്തുൻ ലിൽ മുത്തഖീൻ. ഇത് മനുഷ്യർക്കായുള്ള ഒരു വിളംബരവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർക്ക് മാർഗദർശനവും സാരോപദേശവുമാകുന്നു. അൽ മുബീനായ അള്ളാഹുവിൽ യാതൊരു സംശയവുമില്ലാതെ വിശ്വസിക്കുക എന്നത് യാതൊരുവിധ ആശയക്കുഴപ്പങ്ങളുമില്ലാത്ത തെളിഞ്ഞ ബുദ്ധിയുടെ ലക്ഷണമാണ്. അത്തരക്കാർ അള്ളാഹു വ്യക്തമാക്കി തന്ന കാര്യങ്ങൾ യാതൊരു തരത്തിലുള്ള ആശങ്കയുമില്ലാതെ അംഗീകരിക്കുന്നവരും പിന്തുടരുന്നവരും ഇഹത്തിലും പരത്തിലും വിജയിച്ചവരുമായിരിക്കും. അള്ളാഹു വിശ്വാസത്തിലും പ്രവർത്തനങ്ങളിലും വ്യക്തത നൽകപ്പെട്ടവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ.